നമ്മുടെ കസിൻസിനെയും നമ്മുടെ റിലേറ്റീവ്സിനെയും അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒന്നിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ. കാരണം കുടുംബത്തിലെ ആരും തന്നെ നാട്ടിൽ കാണില്ല, എല്ലാവരും ഓരോരോ സ്ഥലത്ത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ കുടുംബത്തിലെ പൂജ എത്തിയിട്ടുണ്ട്. സർപ്പപൂജയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഉള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. കൂടെ ഞങ്ങളും അമ്മാവന്മാരും അമ്മായിമാരും ചിറ്റമാരും ചിറ്റപ്പന്മാരും എന്ന് വേണ്ട എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് തന്നെ വേണേൽ പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പൂജയ്ക്ക് ഉപരി നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഫീലായിരുന്നു. രാവിലെ 5 മണിക്ക് തന്നെ ഗണപതി ഹോമം തുടങ്ങും. അതുകൊണ്ട് തന്നെ 5 മണിക്ക് തന്നെ കുളിച്ച് എല്ലാവരും നേരത്തെ അങ്ങ് എത്തിയേക്കണമെന്നത് വാസുകുന്നമ്മാവൻ്റെ പ്രത്യേക ഓർഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രസൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാവരും ഗണപതി ഹോമം എല്ലാം കണ്ടു തൊഴുന്നതിൻ്റെ തിരക്കിലാണ്. ഹസ്ബൻഡിൻ്റെ ഈ ഒരു കുടുംബത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂജയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൂജയെല്ലാം തൊഴുത് അതിനുശേഷം തിരുമേനിയുടെ വക ഒരു ചെറിയ കഥയൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പൂജ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ സൈഡിനെ കണ്ടത് ഈ ഒരു ഐറ്റത്തിലായിരുന്നു കേട്ടോ. ഗണപതി ഹോമത്തിലെ തേങ്ങാക്കൊത്തിൽ സത്യം പറഞ്ഞാൽ ഇതിന് ഇത്രയും ഫാൻസികളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഹോമം കഴിഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്. പ്രസാദ് ഇരുന്ന പാത്രവും കാണുന്നില്ല, മണികണ്ഠനെയും കാണുന്നില്ല. ഞങ്ങളിതാ പിന്നെ അവനെ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനത്തെ പ്രസാദം വരെ നമ്മളെല്ലാവരും കൂടെ പങ്കിട്ട് കഴിച്ചു. ഞങ്ങളുടെ കുടുംബത്തിലെ സർപ്പപൂജയൊക്കെ കൂടാറുണ്ടായിരുന്നെങ്കിലും കല്യാണത്തിന് ശേഷം ഞാൻ ഇവിടെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പൂജയ്ക്ക് വരുന്നത്. എന്താണെങ്കിലും അതിനുശേഷം ചോറൂണുണ്ടായിരുന്നു. ഇത്രയും വലുതായിട്ടും അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ചോറ് കഴിക്കാൻ ഒരു ഭാഗ്യം തന്നെ വേണമല്ലേ. അച്ഛൻ്റെ മടിയിലിരുന്ന് മുകളിൽ ചോറൂണൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ അച്ഛൻ്റെ മടിയിലൊന്നും ഇരുന്ന് ഇങ്ങനെ ചോറുണ്ണാനൊന്നും പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ചെറിയൊരു സങ്കടവും തോന്നി. അടുത്തത് മോൻ്റെ ചോറൂണാണ് കേട്ടോ. മോനാണെങ്കിൽ ജന്മം ചെയ്ത വായ തുറക്കില്ല എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനത്തെ അച്ഛനും അമ്മയും ആയുധം വെച്ച് കീഴടങ്ങി, അപ്പൂപ്പനും ആയുധം വെച്ച് കീഴടങ്ങി. എന്നാൽ അമ്മുമ്മ അങ്ങനെ വിട്ടുകൊടുക്കും. അമ്മുമ്മ എങ്ങനെയെങ്കിലും വായിലുള്ളിലാക്കും എന്ന് പറഞ്ഞത് വായിൽ തേച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മുമ്മയുടെ മുമ്പിൽ ആളിതാ മുട്ടുമടക്കി. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളം ഇവിടെ വലിയ കളിയിലാണ് കേട്ടോ. അവർക്ക് എന്ത് പൂജ, അവർ ഫുൾ ടൈം കളിയിൽ. അങ്ങനെ ഞങ്ങൾ ഇതാ പതുക്കെ സദ്യയിലേക്ക് കടന്നു. അമ്മാവൻ്റെ വകയായിരുന്നു കേട്ടോ ഇന്നത്തെ സദ്യ. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് സദ്യ എന്നൊക്കെ ഇതാ ചോദിച്ചറിയുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അമ്മാവൻ്റെ ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ അപ്പുക്കുട്ടൻ. അവനാണെങ്കിൽ ഇതാ ബാംഗ്ലൂരിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ സദ്യ ആസ്വദിച്ച് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ചിറ്റപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എഴുന്നേറ്റത്. ഇതാണ് ചിറ്റയെ ഞാൻ ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. പക്ഷേ സദ്യ കഴിക്കുന്നതിൻ്റെ ആ ഒരു ആസ്വാദനത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് തന്നെ കൈയൊക്കെ കഴിയുമെന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ കുടുംബത്തിലെ ടീച്ചറമ്മ ഇത്ര ഗൗരവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കുറിച്ചാണ് കേട്ടോ. അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് ഞങ്ങളും അമ്മായും എല്ലാവരും കൂടെ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും ഭഗവതി സേവയ്ക്ക്. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു ഭക്തി സാന്ദ്രമായ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്.